ഹായ് ഹലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഋഗ്വേദിക് ആര്യൻസിന്റെ പൊളിറ്റിക്കൽ ലൈഫ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അവരുടെ സോഷ്യൽ ലൈഫിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പൊളിറ്റിക്കലി അവരുടെ ആ ഒരു ലൈഫ് എങ്ങനെയാണെന്ന് നോക്കിയതുപോലെ സോഷ്യലി അല്ലെങ്കിൽ കുറച്ച് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവില് ഋഗ്വേദിക് ആര്യൻസിന്റെ ഒരു ലൈഫ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഒബ്സർവ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്കിനി സംസാരിച്ച സമയം കളയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫാമിലി ആയിരുന്നു ഈ സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ഫാമിലിയെ ഋഗ്വേദിക് ആര്യൻസിന്റെ പീരീഡിൽ വിളിച്ചിരുന്നത് കുല എന്നാണ്. കുല എന്ന ഫാമിലിയെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും കുലപതി എന്ന് പറയുന്നത് ആ ഫാമിലിയുടെ ഹെഡായിട്ട് മാറും. അതായത് നമ്മളിപ്പോൾ ഈ ഗൃഹനാഥൻ എന്നൊക്കെ പറയുന്ന ആ ഒരു പൊസിഷനാണ് അവര് കുലപതി എന്ന് വിളിച്ചിരുന്നത്. അപ്പൊ ഇവരുടെ യൂഷ്വൽ ആയിട്ടുള്ള ഒരു ഫാമിലി സ്ട്രക്ചർ എന്ന് പറയുന്നത് ജോയിന്റ് ഫാമിലി ആയിരിക്കും. അതുപോലെ തന്നെ ഒരു പാട്രിലീനിയൽ സ്ട്രക്ചർ ആയിരിക്കും ഇവരുടെ ഫാമിലീസിന് ഉണ്ടാവുക. ഈ ഫാമിലീസ് എന്ന് പറയുന്നത് വിസ് അഥവാ ക്ലാൻ എന്ന് നമ്മൾ പറയുന്ന വംശം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഒരു പാർട്ടായിരിക്കും ഈ പറയുന്ന ഫാമിലി. അതുപോലെ ഒന്നോ അതിലധികമോ ആയിട്ടുള്ള ക്ലാൻസ്, അതായത് വിസ് കൂടി ചേർന്നിട്ടാണ് ജന ഉണ്ടാവുന്നത്. ജന അല്ലെങ്കിൽ ട്രൈബ്. ഈ ജനയാണ് അവരുടെ സോഷ്യൽ ലൈഫിലെ ഏറ്റവും ലാർജസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അവരുടെ ഫാമിലിയുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൊതുവെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയിരിക്കും, അതായത് പാട്രിയാർക്കൽ ഫാമിലി ആയിരിക്കും. പക്ഷെ പാട്രിയാർക്കൽ ഫാമിലി ആണെങ്കിലും അവിടെ സ്ത്രീകളെ എഡ്യൂക്കേറ്റ് ചെയ്തിരുന്നു. ഋഗ്വേദിക് സൊസൈറ്റിയുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ വേദിക് സൊസൈറ്റി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഋഗ്വേദിക് സൊസൈറ്റിയുടെ കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഋഗ്വേദിക് സൊസൈറ്റിയിൽ വിമൺ അല്ലെങ്കിൽ സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിയിരുന്നു, അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടിയിരുന്നു എന്ന് മാത്രമല്ല അവര് ഹിംസ് കമ്പോസ് ചെയ്തിരുന്നു. അതായത് ഈ പറയുന്ന ശ്ലോകങ്ങളൊക്കെ സ്ത്രീകളും കമ്പോസ് ചെയ്തിരുന്നു. സ്ത്രീകൾക്കും ഉപനയനം അന്ന് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊരു പാട്രിയാർക്കൽ ഫാമിലി ആണെങ്കിലും സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള കുറച്ച് കൺസിഡറേഷൻസ് ഋഗ്വേദിക് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ വിദാദ പോലുള്ള അസംബ്ലിയിലൊക്കെ സ്ത്രീകളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നതിന്റെ എവിഡൻസുകൾ നമുക്ക് ഋഗ്വേദിക് സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഈ സ്ത്രീകൾക്ക് അവരുടെ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അന്നത്തെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു സ്വയംവരം എന്ന് പറയുന്ന ഒരു സംഗതിയെ പറ്റി നമ്മൾ പുരാണങ്ങളിലൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഈ സ്വയംവരം എന്ന് പറയുന്നത് തന്നെ അവിടെ ആ ബ്രൈഡിനാണ് സുപ്രീം സ്വാതന്ത്ര്യം ഉള്ളത്. അതായത് തൻ്റെ ലൈഫ് പാർട്ട്ണർ ആരാവണം എന്ന് അവിടെ വന്നിരിക്കുന്നവരിൽ നിന്ന് ചൂസ് ചെയ്യുന്നത് ആ പെൺകുട്ടിയായിരിക്കും. പിന്നെ അത് മാത്രമല്ല ചൈൽഡ് മാരേജിന്റെയോ അല്ലെങ്കിൽ സതി സമ്പ്രദായത്തിന്റെയോ ഒരു എവിഡൻസുകളും നമുക്ക് ഋഗ്വേദിക് സൊസൈറ്റിയിൽ നിന്ന് അവൈലബിൾ അല്ല. വിഡോ റീമാരേജസ് നടന്നതായിട്ടും അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ സഹോദരനെ വിവാഹം കഴിക്കുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നതായിട്ടും നമുക്ക് ഋഗ്വേദിക് സൊസൈറ്റിയിൽ നിന്ന് എവിഡൻസുകൾ ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല പൊതുവെ അവരുടെ മാരേജ് ഒക്കെ മോണോഗമസ് ആയിരിക്കും. പോളിഗമിക്കും പോളി ആൻഡ്രിക്കും ഒക്കെ വളരെ കുറവ് എവിഡൻസുകളെ ഋഗ്വേദിക് സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ റെയറായിട്ട് മാത്രമേ പോളിഗമി, അതായത് ഒരു ഭർത്താവിന് ഒന്നിലധികം ഭാര്യമാരുണ്ടാവുക, പോളി ആൻഡ്രി എന്ന് പറയുമ്പോൾ ഒരു ഭാര്യയ്ക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാവുക, ഈ ഒരു സമ്പ്രദായങ്ങൾക്കൊക്കെ വളരെ കുറവ് എവിഡൻസുകളെ നമുക്ക് ഋഗ്വേദിക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ യൂഷ്വലി അവരെ ഒരു പോളിഗമസ് ആയിട്ടുള്ള ഒരു മാരേജ് ഫോളോ ചെയ്തിരുന്നവരായിരുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അവിടെ മേജോറിറ്റിയും മാരേജുകൾ നടക്കുന്നത് മോണോഗമസ് ആയിട്ടാണ്. പിന്നെ അവരുടെ ഹിംസ് പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇത്രയൊക്കെ ഒരു റൈറ്റ്സ് നിലവിലുണ്ടായിരുന്നിട്ടും അവരുടെ ഹിംസ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ സൊസൈറ്റി കുറച്ചുകൂടി വെൽക്കം ചെയ്യുന്നത് ആൺകുട്ടികളായിരുന്നു. പെൺകുട്ടികളെക്കാളും ആൺകുട്ടികളെ വെൽക്കം ചെയ്തിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു ഋഗ്വേദിക് സൊസൈറ്റി എന്ന് നമുക്ക് ഋഗ്വേദിക് ഹിംസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അത് ഒരുപക്ഷെ ഹിസ്റ്റോറിയൻസിന്റെ അഭിപ്രായത്തില് അന്നത്തെ ആ സൊസൈറ്റിയുടെ ഒരു മാർഷ്യൽ നേച്ചർ, അതായത് സ്ത്രീകൾ സാധാരണ യുദ്ധം ചെയ്യാൻ സ്ത്രീകളെ ഇൻക്ലൂഡ് ചെയ്യിക്കാറില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഡോമിനൻസ് മറ്റ് ടെറിട്ടറിയിലൊക്കെ കാണിക്കാനായിട്ട് ആൺകുട്ടികൾക്കേ സാധിക്കുള്ളൂ എന്നൊരു മാർഷ്യൽ നേച്ചറിന്റെ വിശ്വാസം കൊണ്ടായിരിക്കാം അവര് ഡോട്ടേഴ്സിനെ വെൽക്കം ചെയ്യാത്തത് എന്ന് ചില ഹിസ്റ്റോറിയൻസ് അഭിപ്രായപ്പെടുന്നുണ്ട്.
ഇനി അവരുടെ കാസ്റ്റ് സിസ്റ്റത്തിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഋഗ്വേദിക് സൊസൈറ്റിയിൽ, അതായത് ഏർലി വേദിക് സൊസൈറ്റിയിൽ കാസ്റ്റ് സിസ്റ്റം ഒരു റിജിഡ് ആയിട്ടുള്ള സിസ്റ്റം അല്ലായിരുന്നു. അതായത് അവരുടെ ഒക്കുപ്പേഷൻ അവരുടെ ബർത്തിന്റെ അടിസ്ഥാനത്തിലല്ലായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത്. അത് മാത്രമല്ല, ഇപ്പോ എന്ത് ഒക്കുപ്പേഷൻ സ്വീകരിക്കണം എന്ന് ആ വ്യക്തി തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അവൻ ഒരു ജാതിയിൽ ജനിച്ചത് കൊണ്ട് അവൻ ഈ ഒക്കുപ്പേഷൻ തന്നെ ഫോളോ ചെയ്യണം എന്നൊരു റെസ്ട്രിക്ഷൻ അവിടെ ഇല്ലായിരുന്നു. ഇപ്പൊ ഞാനൊരു ബ്രാഹ്മിൻ സൺ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ വൈശ്യാസ് ചെയ്യുന്ന അഗ്രികൾച്ചർ എനിക്ക് സ്വീകരിക്കാം. അല്ലെങ്കിൽ എനിക്ക് യുദ്ധതന്ത്രങ്ങളൊക്കെ ഒരുപാട് അറിയാമെങ്കിൽ ബ്രാഹ്മിൻ ആയിരുന്നാലും എനിക്ക് എന്ത് ചെയ്യാം, ആർമിയിൽ വർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒക്കുപ്പേഷനും കാസ്റ്റും അവിടെ റിജിഡ് അല്ലായിരുന്നു ഏർലി വേദിക് സൊസൈറ്റിയിൽ. അത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരുന്നു. കാസ്റ്റിന്റെ ബേസിസിലുള്ള ഡിസ്ക്രിമിനേഷൻ അവിടെ ഇല്ലെങ്കിൽ കൂടി വർണ്ണയുടെ ബേസിസിലുള്ള ഡിസ്ക്രിമിനേഷൻ അവിടെ കുറച്ചുകൂടെ പെർമനന്റ് ആയിരുന്നു. അതായത് ഇപ്പോ ഈ ആര്യൻസിന്റെ കളർ കുറച്ചുകൂടെ ഫെയർ ആയിരിക്കും, ഫെയർ ആയിട്ടുള്ള ഒരു വർണ്ണ ഉള്ളവരായിരിക്കും ആര്യൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ഇൻഡിജീനിയസ് പീപ്പിൾസ് കുറച്ചുകൂടെ ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള പീപ്പിൾ ആയിരിക്കും. അപ്പൊ അവരെ ഈ വർണ്ണയുടെ ബേസിസിൽ ആര്യൻസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്തിരുന്നു. അവരെ ദാസാസ് അല്ലെങ്കിൽ ദസ്യൂസ് എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ അവ്രത എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ ഓർഡിനൻസുകൾ അനുസരിക്കാത്തവർ. അതുപോലെ അക്രതു, സാക്രിഫൈസുകൾ, യജ്ഞങ്ങൾ ചെയ്യാത്തവർ. ഇങ്ങനെയൊക്കെയാണ് ഈ ഇൻഡിജീനിയസ് പീപ്പിൾസിനെ അവര് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അവിടുത്തെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈ കാസ്റ്റിന്റെ ബേസിസിലല്ല. കാസ്റ്റ് ഫ്ലെക്സിബിൾ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്റെ ഒക്കുപ്പേഷൻ എനിക്ക് തീരുമാനിക്കാം, എന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനനുസരിച്ച് എന്റെ ഒക്കുപ്പേഷൻ എനിക്ക് സ്വീകരിക്കാം. പക്ഷെ വർണ്ണയുടെ ബേസിസിലുള്ള, കളറിന്റെ ബേസിസിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അന്നത്തെ സൊസൈറ്റിയിൽ, ഋഗ്വേദിക് സൊസൈറ്റിയിൽ പ്രോമിനന്റ് ആയിരുന്നു. ഇതാണ് ഇവരുടെ സൊസൈറ്റിയെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളത് കമന്റ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുതാണെങ്കിൽ ഞാൻ കമന്റ്സിൽ തന്നെ ഉത്തരം തരും. അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു വീഡിയോ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്യാനും എനിക്ക് വേറെ മടിയൊന്നുമില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്കോണമി ആൻഡ് റിലീജിയൻ ഓഫ് വേദിക് സൊസൈറ്റി, ഏർലി വേദിക് സൊസൈറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.